പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായണൻ കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. മണ്ണാർക്കാട് SC/ST കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി PM ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മണ്ണാർക്കാട് SC/ST കോടതിയിൽ എത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 9 പ്രതികൾ ഉൾപ്പെട്ട കേസിൽ ഒരു പ്രതി മരണപ്പെട്ടതിനാൽ 8 പ്രതികളുടേതും 82 സാക്ഷികളുടേതും ഉൾപ്പെടെ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ചേർത്ത 2704 പേജുകൾ ഉൾപ്പെട്ട കുറ്റപത്രമാണ് മണ്ണാർക്കാട് SC/ST കോടതിയിൽ സമർപ്പിച്ചത്. 9 പ്രതികളുണ്ടായിരുന്ന കേസിൽ 6-ാം പ്രതി ജാമ്യത്തിൽ ഇറങ്ങി ജീവനൊടുക്കിയിരുന്നു. ഇതോടെ 8 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ട് ഡിജിറ്റൽ എവിഡൻസ്, പിന്നെ എല്ലാ കേസിലുള്ള മാതിരി തന്നെ വെപ്പൺ ഉണ്ടാവും, അതേപോലെ തന്നെ സാഹചര്യ തെളിവുകളുണ്ട്, അത് സാക്ഷിമൊഴികൾ, ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിലെ പ്രതികളെല്ലാം വാളയാർ സ്വദേശി കേരളത്തിലുള്ളവരും മരണപ്പെട്ട ആള് അന്യ സംസ്ഥാനത്തുള്ള ആളായതുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തെളിവുകൾ കിട്ടാനും മറ്റു കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും നമ്മൾ പാലക്കാട് SPയുടെ ഒരു ഇനിഷ്യേഷനിൽ നല്ല ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഒരു മോണിറ്ററിങ് ഈ കേസിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് തെളിയിക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. വൈകൽ എന്ന് പറയുന്നത് ഇത് സംഭവിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അനുമാനം. സാക്ഷിപ്പട്ടിക എത്ര പേരാ? 82. കഴിഞ്ഞ ഡിസംബർ 17-നായിരുന്നു രാം നാരായണൻ ക്രൂരമായ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായത്. മോഷ്ടാവാണെന്ന് സംശയിച്ചും ബംഗ്ലാദേശിയാണോ എന്നും ചോദിച്ചായിരുന്നു ആൾക്കൂട്ട മർദ്ദനം. CCN മണ്ണാർക്കാട്.